ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. രാവിലെ എഴുന്നേച്ച ഉടനെ ഞാനൊരു ചെറിയ ചൂടുവെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കാപ്പിച്ചിനോ മിക്സ്. അപ്പം ഞാനൊരു കാപ്പിച്ചീനോയും കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോഫി പേഴ്സൺ ആണെങ്കിൽ ഈ മിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു. പിന്നെ ഒരു ചെറിയ സർപ്രൈസ് ആണ്, ധന്യയ്ക്കും വർഷയ്ക്കും ഞാനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് എൻ്റെ മമ്മി കുറച്ച് പഴുത്ത മാങ്ങയും ചക്കയും കൊടുത്തേക്കുന്നുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്ത് വരുന്ന വരവാണ്. ധന്യയും വർഷയും ബെഡ്റൂമിലാണ്. ഞാൻ അവരെ കാണാതെ കിച്ചണിൽ കൊണ്ടുവയ്ക്കും. ധന്യ കോളിലെന്തോ ആണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കിച്ചണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അവരെ പോയി വിളിച്ചുകൊണ്ട് വരാം. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചപ്പൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അച്ചപ്പൊക്കെ പൊടിഞ്ഞു പോയി, എന്നാലും നമുക്ക് എന്ത് പൊടിഞ്ഞതും പൊടിയാത്തതും കിട്ടിയാൽ മതിയല്ലോ. ധന്യയ്ക്ക് എക്സാം ഉണ്ട്. ധന്യ DHA എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധന്യ അവിടെ പഠിക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനെ വർഷയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വർഷ റെഡി ആവുകയാണ്. ഏതാ മസ്കാര? ഇത് ഡെബോറ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മസ്കാരയാണ്. ഔട്ട്ഫിറ്റ് ചെക്ക്. ഈ ടോപ്പ് ഫ്രം സ്പ്ലാഷ്. ഓക്കേ, ആൻഡ് ഇത് ഫ്രം ഷീൻ. ലിപ്സ്റ്റിക് ഇട്ടല്ലേ കംപ്ലീറ്റ് ആവും. യെസ്. അപ്പൊ നമ്മുടെ ഫ്ലോർമോറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, ഇത് ഏതാ ഷെയ്ഡ്? ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഡാർക്ക് ആയതുകൊണ്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, സോ കിസ് മീ മോർ. ഓക്കെ, ഇട്ട് നോക്കട്ടെ. പിന്നെ വർഷയുടെ സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലാണിത്. എവിടെ പോയാലും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. അതെ. അടുത്തൊന്നുമില്ല കാര്യം, ഇത്രേ ഉള്ളൂ. ഐലൈനർ ഒക്കെ ഞാൻ അത് ഇട്ടു. വാട്ട്സ് ഇൻ യുവർ ബാഗ്? ഓഫീസ് ബാഗ് അല്ലേ? ഓഫീസ് ബാഗ്. എന്താ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബാഗാണ്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത് കൂടുതലൊന്നും ഇല്ല. ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ബേസിക്കലി എൻ്റെ വേല ഉണ്ടാവും. പിന്നെ ക്യൂട്ടല്ലേ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ഇതാണ് ഇതിനകത്തുള്ളത്. എന്താ ഉള്ളത് പറയാനായിട്ട് ഇതിനകത്താണ് ഞാൻ എല്ലാം ഒട്ടിച്ചിട്ടുള്ളത്. ചീപ്പ് കണ്ണാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചീപ്പ് ഉണ്ടാവും. പിന്നെ ഒരു ഹാൻഡ് ക്രീം എപ്പോഴും വേണമല്ലോ. ഓക്കെ, അതൊരു ഹാൻഡ് ക്രീം. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്. അയ്യോ ക്യൂട്ട്. പിന്നെ ഒരു കുഞ്ഞു പെർഫ്യൂം. ഓക്കെ, വേണ്ട സാധനമാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം വന്നാൽ എങ്ങാണം എന്തെങ്കിലും പെട്ടെന്ന് ഇതേപോലെ ഒരു വ്ളോഗ് എടുക്കേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നൈക്കയുടെ നമ്മുടെ ഒരു ഐലൈനർ പ്ലസ് കാജൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല, ചുമ്മാ ഒരു ഷോക്കിട്ടേക്ക്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലോ. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം. അതല്ല അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ആസ് ഓൾവേസ് എല്ലാവർക്കും അറിയാമല്ലോ, അത് വേണമല്ലോ. അതെ. പിന്നെ ഒരു കണ്ണാടി. കണ്ണ് കാണത്തില്ലേ കുട്ടി? കണ്ണാടിയാണ്. കണ്ണ് കാണുന്നില്ല, സ്ക്രീൻ ടൈം. ഞാനൊരു കണ്ണാടി യൂസ് ചെയ്യുന്നു. ഓ, അപ്പൊ ഒരു അമ്മച്ചി ലുക്ക് വരും. ഞാൻ കൂടുതൽ അങ്ങനെ വെക്കാം. പിന്നെ എൻ്റെ നെയിം ബാഡ്ജ് ഉണ്ടാവും. ഓക്കെ, കുട്ടി ലൈഫ് ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കുട, നല്ല ചൂടാ. കുടയിൽ ഒരു ഫാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം അതിലൊക്കെ ഉള്ളൂ. പിന്നെ ഒരു മാസ്ക് ഉണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. പിന്നെ ട്രാൻസ്പെറന്റ് എല്ലാം കാണാം. ഒരു പെന്നുണ്ട്, മാസ്ക് ഉണ്ട്.
ഓക്കെ, കുട്ടിക്ക് പോവാൻ സമയമായി. അപ്പോൾ ബൈ. ഇവിടെ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക, കുട്ടിയെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇത് സപ്പോർട്ട്. ഓക്കെ, ബൈ. വർഷയും ഡ്യൂട്ടിക്ക് പോയി ഞാനും തന്നെ ഇങ്ങനെ അഹാന കൃഷ്ണയുടെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അങ്ങനെ ലഞ്ചിന് സമയമായി. അപ്പോൾ ലത്തീഫ് ബായിയുടെ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു. ഒരു അടിപൊളി പ്രീമിയം പാക്കേജിംഗ് ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അബുദാബിയിൽ കിട്ടത്തില്ല എന്ന് തോന്നുന്നു, ദുബായിലാണെന്ന് തോന്നുന്നുള്ളത്. അപ്പോൾ ദുബായിലുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. കൂടെ ഒരു സ്വീറ്റ് ഉണ്ട്, ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ കൂടെ വൈബ്സും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 2 ബക്കറ്റ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഒന്ന് ചിക്കനും ഒന്ന് മട്ടനും. ഈ ലത്തീഫ് ബായ് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ബക്കറ്റ് ബിരിയാണിക്കൊക്കെ ഭയങ്കര ഓയിലി ആയിരിക്കും, ബട്ട് ഇത് ഒട്ടും ഓയിലി അല്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡ്, പിന്നെ ബ്രിഞ്ചാളിൻ്റെ ഒരു കറി, പിന്നെ ഇത് വീട്ടിലുള്ള അച്ചാറാണ്. പിന്നെ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. എനിക്ക് മട്ടൻ ഇഷ്ടമല്ല, ഞാൻ മട്ടൻ ബിരിയാണി മട്ടൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ സാധാരണ കേട്ടിട്ടുണ്ട് മറ്റേത് ബിരിയാണീനെക്കാട്ടിലും മട്ടൻ ബിരിയാണിയാണ് ടേസ്റ്റ് കൂടുതലെന്ന്. അത് സത്യമാണ് കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചതിൽ മട്ടൻ്റെ റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്തു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവാണ്, അജ്മാനിലോട്ട്. അങ്ങനെ ഞങ്ങൾ അജ്മാനിലെത്തി. ഹലോ. അങ്ങനെ ഇതാ ചെന്ന ഉടനെ പിള്ളേരുമായിട്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു. കുഞ്ഞിക്കൊരു ഉമ്മ കൊടുക്കോ? നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും സ്പെഷ്യൽ കാണുമല്ലോ. അങ്ങനെ കപ്പയും മീനും കിട്ടി, എഗ് പഫ്സും ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ നേരെ അവിടുന്ന് സിലിക്കോൺ സെൻറ്ററിൽ പോയി അവിടുത്തെ ലുലുന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. ഫൈനലി സവോളയുടെ റേറ്റ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ 2 പേരുടെ ഇടയിൽ നിന്ന് മത്സരിച്ച് സവോള എടുക്കുന്നുണ്ട്. മോർണിംഗിന് ഹാൻബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബണ്ണെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ ബണ്ണെടുത്തു. പൊട്ടറ്റോ ബണ്ണ് മറ്റ് ബണ്ണിനെക്കാട്ടിലും ഭയങ്കര സോഫ്റ്റാണ്. ഇത് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ബില്ലൊക്കെ ചെയ്തു. ഞങ്ങളിതാ നേരെ പാർക്കിങ്ങിലോട്ട് പോവാണ്. അവിടെ നിന്ന് ഇനി നേരെ പോയി വർഷയെ പിക്ക് ചെയ്യണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങാൻ പോവാണ്. ബൈ.